ഈഡൻ ഓഫ് ദി ഈസ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. സാക്കിയും അക്കിറോയും അവസാനം ജപ്പാനിൽ എത്തുന്നു. സാക്കിയെ എയർപോർട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. സാക്കിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ട്. കോള് പക്ഷേ അതിനിടയിൽ കട്ടായി. അതിനിടയിൽ അക്കിറോയ്ക്ക് ജൂഹിയസ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഫോണിലൂടെ ഒരു അസിസ്റ്റൻ്റ് തരുന്ന റേഡിയോ ഉണ്ടല്ലോ, അവർ വീണ്ടും ഫോൺ വിളിക്കുന്നു. നമ്പർ 9 എന്നാണ് അക്കിറോയ്ക്ക് അവർ കൊടുത്തിട്ടുള്ള നമ്പർ. അവർ അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. തനിക്കിവിടെ എയർപോർട്ടിൽ നിന്നും പോകാനുള്ള ഒരു പരിപാടി ചെയ്തു തരണമെന്ന് അക്കിറോ അവരോട് പറയുന്നു. ഒരു വണ്ടി അവിടെ വന്ന് എയർപോർട്ടിനുള്ളിൽ നിന്ന് അവരെ സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുന്നു. 8 മില്യൺ ക്യാഷ് എന്തോ അക്കീരയുടെ പേരിൽ ഉണ്ടെന്നും അത് ചെലവഴിക്കാൻ പറ്റുമെന്നും നമ്മുടെ ഫോണിൽ അസിസ്റ്റൻ്റ് ആയിരുന്ന ആ ലേഡി പറയുന്നുണ്ട്. അക്കീരോ അതൊരു ക്യാൻഡി വാങ്ങിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തി നോക്കി സ്ഥിരീകരിക്കുന്നു. അതിനിടയിൽ വെളിയിലുള്ള ഒരു കാറിൽ ഡിറ്റക്റ്റീവ് എന്ന് തോന്നിക്കുന്ന ഒരാൾക്ക് 9 തിരിച്ചെത്തി എന്നൊരു മെസ്സേജ് കിട്ടുന്നു. അയാൾ അത് അന്വേഷിക്കാൻ വേണ്ടി കാർ എടുത്ത് വരുന്നുണ്ട്. അക്കിരോയും സാക്കിയും എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുന്നു. ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായ കുടിച്ചാലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അക്കിരോ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ വരുന്നവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലെന്നും ഒരു തരത്തിലുള്ള അമ്നീഷ്യ ആണെന്നും അക്കിരോ സാക്കിയോട് പറയുന്നു. ആദ്യം താൻ തൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കട്ടെ എന്നും പിന്നെ കാണാം എന്നും പറഞ്ഞ് അക്കിരോ അവിടെ നിന്ന് ബൈ പറഞ്ഞു പോകുന്നു. സാക്കിക്ക് അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തോ ഒരു അടുപ്പം അക്യൂരിയോട് അവൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. സാക്കി വാഷ്റൂമിൻ്റെ മിററിൻ്റെ മുമ്പിൽ നിന്നും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അക്യൂരോ പെട്ടെന്ന് അവിടത്തേക്ക് വീണ്ടും വരുന്നു. തൻ്റെ വീട്ടിലേക്കുള്ള ഡയറക്ഷന് കുറച്ച് ഹെൽപ്പ് വേണം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ട്രെയിനിൽ അക്യൂരോയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അതിനിടയിൽ മുമ്പ് ജപ്പാനിൽ നടന്ന അറ്റാക്കിനെ പറ്റിയും എന്തുകൊണ്ടാണ് ആ അറ്റാക്കിന് കെയർലെസ് മൺഡേ എന്ന് പേര് വന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സാക്കി അക്കിരിയോട് പറഞ്ഞു കൊടുക്കുന്നു. അവരവസാനം ഉദ്ദേശിച്ച സ്റ്റേഷനിൽ എത്തുന്നു. ആ സമയം നേരത്തെ വണ്ടിയിൽ കണ്ടത് പോലീസുകാരെ തന്നെയായിരുന്നു. അയാൾ നമ്പർ 9, അതായത് അക്കിരി അന്വേഷിച്ചിട്ട് ആ സെയിം സബ്വേയിൽ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ അക്കിരോ അങ്ങോട്ട് ചെന്ന പോലീസുകാരനോട് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലുള്ള ഫോണാണല്ലോ എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കും എന്നെപ്പോലെ മെമ്മറി പോയതുകൊണ്ടാണോ ഈ ഫോൺ കിട്ടിയത് എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതാ പോലീസുകാരന് ഇഷ്ടപ്പെടുന്നില്ല. പോലീസുകാരൻ്റെ പേര് കോണ്ടോ എന്നാണ്. എന്നാൽ പിന്നെ നീ നിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാണിക്ക് എന്ന് പറഞ്ഞ് അവൻ്റെ പാസ്പോർട്ട് അയാൾ പരിശോധിക്കുന്നു. സസ്പീഷ്യസ് ആയ രീതിയിൽ ബിഹേവ് ചെയ്താൽ നിന്നെ പിടിച്ച് അകത്തിടും എന്ന് അവർ പറഞ്ഞിട്ട് അവനയാൾ വിടുന്നു. അക്കീര അയാളോട് നന്ദി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അന്വേഷിച്ചു വരുന്ന നമ്പർ 9 ഇവനാണ് എന്ന് ആ പോലീസുകാരന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അക്കീരോയും സാക്കിയും ഒരു ബോട്ട് ജെട്ടിയുടെ അടുത്തേക്ക് അവിടെ ഇരിക്കുകയാണ്. അവർ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള ബാക്കിയുള്ള ചേഞ്ച് നീ തന്നെ വെച്ചോ എന്നും നിൻ്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഇല്ലല്ലോ എന്നും സാക്കി അക്കീരയോട് പറയുന്നുണ്ട്. അക്കീരോ നന്ദി പറഞ്ഞ് ആ ചേഞ്ച് അവൻ വാങ്ങി വയ്ക്കുന്നു. എന്തായാലും ബോട്ട് വരാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ നീ നിൻ്റെ കാര്യങ്ങൾ, നിൻ്റെ കഥ പറയും എന്ന് അക്കീരോ സാക്കിയോട് പറയുന്നു. അപ്പോഴാണ് അവളൊരു ഹൈസ്കൂൾ മേജറാണെന്നും അടുത്ത വർഷം തൻ്റെ ബ്രദർലോയുടെ കമ്പനിയിൽ ജോലിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവൾ പറയുന്നു. അവളുടെ മാതാപിതാക്കൾ എയർ ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടതാണെന്നും സിസ്റ്ററും ഭർത്താവുമാണ് ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നതെന്നും പറയുന്നു. അവർക്കൊരു കുട്ടിയുണ്ടെന്നും അവർ 4 പേരും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നും അവൾ പറയുന്നു. തൻ്റെ ബ്രദറിലോ റിയോസോക്കെ എന്നാണ് അയാളുടെ പേര്, നല്ലൊരു മനുഷ്യനാണെന്നും കുറേ നല്ല കാര്യങ്ങൾ അയാളെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നിൻ്റെ നല്ല പെർഫെക്റ്റ് ഫാമിലി ആണല്ലോ എന്ന് അക്കിരോ കമൻറ്റ് പറയുന്നു.
അപ്പോൾ സാക്കി അത് തിരുത്തി പെർഫെക്റ്റ് ഫാമിലിയല്ല, താൻ സ്വയം അവർക്കൊരു ബാധ്യതയാണ് എന്നൊരു ഫീലിങ്ങിലാണ് താൻ നടക്കുന്നത് എന്നാണ് സാക്കി പറയുന്നത്. അപ്പോഴേക്കും അക്കിറോയ്ക്ക് പോകേണ്ട ബോട്ട് വരുന്നു. നീയുമായി സംസാരിക്കുന്നത് തൻ്റെ പഴയ മെമ്മറി പോയ മെമ്മറി തിരിച്ചു വരുന്നതായിട്ടാണ് തോന്നുന്നതെന്നും അവൻ പറയുന്നു. പണ്ട് തനിക്ക് കുട്ടിയായിരുന്നപ്പോൾ കിട്ടിയ കാശിനെ പറ്റി അവൻ പറയുന്നുണ്ട്. അന്ന് കാശ് തന്ന സ്ത്രീ അത് അവൻ്റെ അമ്മ തന്നെയായിരുന്നു എന്ന് അവൻ ആ സംസാരത്തിനിടയിലാണ് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. അന്നാണ് അവസാനമായിട്ട് അവരെ കണ്ടത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ സംസാരം അവസാനിപ്പിക്കുക, അവൻ ബോട്ടിൽ കയറുകയും ചെയ്തു. അവൻ ബോട്ടിൽ കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇനി ഇവനെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള ചിന്ത സാക്കിക്ക് വരുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ ബോട്ടിൽ ഓടിക്കയറുന്നു. അവൻ പിടിച്ച് അവളെ ബോട്ടിലേക്ക് കയറ്റുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പ് വന്ന പോലീസുകാരൻ കോണ്ടോ ഒരു ബാറിലാണ് ഇരിക്കുന്നത്. അയാൾ ഈ നമ്പർ 9 എന്ന് വെച്ചാൽ അക്കീരോയുടെ ഫോൺ സ്വാപ്പ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇവൻ്റെ മെമ്മറി സ്വാപ്പ് കളഞ്ഞത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവനിങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോണ്ടോ അന്വേഷിച്ച് 2 പേര് അവിടെ വരുന്നത്. നീ ഞങ്ങൾക്ക് തരാനുള്ള 20 മില്യൺ എപ്പോൾ തരും, അല്ലെങ്കിൽ വേറെ കുറച്ച് എവിഡൻസ് മിസ്പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ വല്ലതും സഹായിച്ചാൽ ഞങ്ങൾ നോക്കാം എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ അയാൾ പറയുന്നുണ്ട്. വീണ്ടും നേരെ തിരിച്ച് അക്കീരോയുടെയും സാക്കിയുടെ അടുത്തേക്കാണ് പിന്നെ അടുത്ത് പോകുന്നത്. അവരാ ബോട്ടിലാണുള്ളത്. രാത്രിയായി. സാക്കി ഞാൻ ഇന്ന് വീട്ടിൽ വരുന്നില്ല എന്നും നാളെ വരുമ്പോൾ എല്ലാം പറയാം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പം ന്യൂയോർക്കിൽ ഇവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കീരോയും സാക്കിയും സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ അക്കീരോ അവരുടെ ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ഇത് തനിക്ക് അയച്ചു തരണമെന്നും സാക്കി പറയുമ്പോൾ അതെങ്ങനെയാണ് അയച്ചു തരേണ്ടത് എനിക്കറിയില്ല, നീ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് അവളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ഇരുട്ടുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. കോണ്ടോ എന്നുള്ള പോലീസുകാരന് ആ പൈസ ചോദിച്ചു വന്ന 2 പേരും ഒരു സ്ട്രീറ്റിൻ്റെ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നീ കാശ് തന്നില്ലെങ്കിൽ നിൻ്റെ ജോലി സ്ഥലത്തേക്ക് വരേണ്ടി വരും എന്നൊക്കെ അയാൾ ചെറുങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ 9 എന്ന് വിളിക്കുന്ന നമ്പർ 9 എന്ന് വിളിക്കുന്ന അക്കീരയുടെ ഫോൺ ആക്ച്വലി ഉള്ളത് കോണ്ടോയുടെ കയ്യിലാണ്. അതിൻ്റെ എങ്ങനെയാണ് ഈ ശരിക്കും ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ നമ്മുടെ പോലീസുകാരുണ്ട്. അയാൾ ആ ഫോണിൽ അസിസ്റ്റൻസ് തരുന്ന ലേഡി ഉണ്ടല്ലോ, ജൂഹിയസ്, അവരെ വിളിച്ചിട്ട് പറയും എൻ്റെ മുമ്പിൽ 2 തട്ടണം എന്ന് പറയും. ബാക്കി 2 പേരും വിചാരിക്കുന്നത് തമാശയ്ക്ക് പറയുന്നതാണെന്നാണ്. പക്ഷേ ദൂരെ ഒരു പോലീസ് വാഹനത്തിൽ നിന്നും വെടിയുതിർക്കുകയും ആ 2 പേരും തലക്ഷണം മരിക്കുകയും ചെയ്തു. എന്താണ് വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ റോട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പം അയാൾ ഇത് വിറ്റ്നസ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെയും തട്ടാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അയാളെയും തട്ടണം എന്ന് പറഞ്ഞിട്ട് അയാളെയും തട്ടും. അപ്പോഴേക്കൊരു മെസ്സേജ് വരുന്നു ഫോണിൽ, സെർച്ച് നമ്പർ 4 എന്ന്. ഇത് തൻ്റെ ഒരു പുതിയ ജീവിതമാണെന്നും അതിൻ്റെ ഒരു തുടക്കമാണെന്നും ഇതിനെല്ലാം കാരണം നമ്പർ 9 ആണെന്നും പറഞ്ഞ് അവനോടൊരു നന്ദി ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദിയൊക്കെ പറയുന്നത്. കോണ്ടോ നന്ദി പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി.